ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. പ്രതികൂല കാലാവസ്ഥയും ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്താൻ വൈകുന്നതുമാണ് കാരണമായി ജില്ലാ ഭരണകൂടം പറയുന്നത്. ഒരാഴ്ചയ്ക്കകം ദൗത്യം പുനരാരംഭിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായി അർജുന്റെ ബന്ധു ജിതിൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഷിരൂരിൽ ഇപ്പോൾ താൽക്കാലികമായി തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്നു. ഏതായാലും 30 ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ തിരച്ചിൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇതിൽ പ്രധാനമായും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് കാലാവസ്ഥ പ്രതികൂലമാണ്. ഒപ്പം ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. 22-ാം തീയതി ഈ തിരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് കുടുംബങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ അത്തരത്തിലുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ഉൾപ്പെടെ 3 പേരെ കണ്ടെത്താനുണ്ട്. ഇതിൽ കുടുംബം തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിതിൻ നമ്മോടൊപ്പം ചേരുന്നു. ജിതിൻ, ഏത് തരത്തിലുള്ള ഉറപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ? ഡ്രഡ്ജർ എത്തിക്കൊണ്ട് ഉള്ള ഒരു തിരച്ചിലിന്റെ ഉറപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കളക്ടർ പറഞ്ഞ പോലെ 4 ദിവസമെങ്കിലും എടുക്കുമെന്ന ഒരു കാര്യമാണ് മാധ്യമങ്ങളുമായിട്ട് അവർ പങ്കുവച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയിട്ടും 21-ാം തീയതി രാത്രി ശ്രീ മഞ്ചേശ്വരം MLA ശ്രീ AKM അഷ്റഫ് അവർ ഇവിടെ എത്തിച്ചേരും എന്ന ഒരു അറിയിപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നോടും ആ സമയമാകുമ്പോഴേക്ക് ഇവിടെ എത്താൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഇവിടെ തന്നെ തുടരാനാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്തായാലും കഴിഞ്ഞ ദിവസം ഈശ്വർ മൽപ്പ ഉൾപ്പെടെയുള്ള നേവി ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ തെരച്ചിൽ നടത്തി. നമുക്ക് ലോറിയുടെ ചില വസ്തുക്കളൊക്കെ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ പുഴയുടെ നീരൊഴുക്ക് അല്പം വർദ്ധിച്ചിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലവുമാണ്. അത് നമുക്ക് ഏതായാലും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് കുടുംബം തീരുമാനിച്ചത്, അല്ലേ? അതെ, അത് നമുക്ക് ഉൾക്കൊണ്ടല്ലേ പറ്റുള്ളൂ. അവർക്ക് വിസിബിലിറ്റി പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വെള്ളത്തിന്റെ വ്യാപ്തി കൂടിയിട്ടില്ലെങ്കിൽ കൂടിയിട്ടും തെളിച്ചത്തിന് കുറവുണ്ടായിരുന്നു. അതൊരു സാഹചര്യം തന്നെയാണ്. നമ്മളത് ഉൾക്കൊള്ളുന്നു. എന്നിരുന്നാൽ കൂടിയും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിൽ ഇത് എത്രയും പെട്ടെന്ന് ആ വണ്ടിയുടെ അടുത്തേക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം നമ്മൾ ഒന്നുകൂടി ഇവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ഇവിടെ തുടരാനാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തെരച്ചിൽ നിർത്തിവെച്ചപ്പോൾ കുടുംബം വലിയ തോതിൽ പ്രതിഷേധിക്കുമൊക്കെ എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് വീണ്ടും തെരച്ചിൽ തുടങ്ങിയത്. ഇനി അഥവാ 22-ാം തീയതി തെരച്ചിൽ തുടരുന്നില്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മാർഗങ്ങളിലേക്കായിരിക്കും തന്നെ കുടുംബം പോലെ, അല്ലേ? അല്ല, നമ്മൾ അതിലെന്താ കാലതാമസം ഇനിയും വരികയാണെങ്കിൽ നമ്മൾ അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കും ഇനി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും അങ്ങനെ ഇപ്പോൾ ആലോചിക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ ജില്ലാ ഭരണകൂട ഭാഗത്തുനിന്ന് ഒരു സഹകരണം നമുക്കുണ്ട്. അർജുനു വേണ്ടി മാത്രമല്ല, മറ്റ് ജീവനും ഈ ഡ്രഡ്ജർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇവരെ കണ്ടെത്താൻ മാത്രവുമല്ല. കാരണം ഈ പുഴയെ ഒരു പഴയ അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടത് കൂടിയിട്ട് ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അത് ചെയ്യണമെങ്കിൽ മനുഷ്യസഹജമായിട്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യണമെങ്കിൽ ഈ മെഷീൻ എത്തിക്കുക എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്ക് ഇത് എത്തിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അടുത്ത സീസൺ ആകുമ്പോഴേക്ക് ഈ പുഴ ഗതി മാറി ഒഴുകുകയും അത് വേറെ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളും അവർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അതാണ് ജിതിൻ പറയുന്നത്. ഈ പുഴയുടെ അവസ്ഥ സാധാരണ നിലയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഒപ്പം അർജുനെ കൂടാതെ 2 പേരെ കൂടി കാണാതായിട്ടുണ്ട്. ജഗന്നാഥും ലോകേഷും. ഇവരെയും കണ്ടെത്തേണ്ടതുണ്ട്. എന്നാലും നമ്മോടൊപ്പം RC ഓണറും അതുപോലെ തന്നെ മനാഫിന്റെ സഹോദരനുമായ ലോറിയുടെ RC ഓണറും മനാഫിന്റെ സഹോദരനും കൂടെ മുബീൻ കൂടി ചേരുകയാണ്. മുബീൻ, ആ തരത്തിലുള്ള പ്രതീക്ഷ തന്നെയാണ് മുബീനും ഉള്ളത്. നല്ലൊരു പ്രതീക്ഷയാണ്. ഈ ഡ്രഡ്ജർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് എടുക്കാൻ കഴിയുമെന്ന് സാധിക്കുന്നു വിചാരിക്കുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ ആ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാം. അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം, അല്ലേ? ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. കാരണം AKM അഷ്റഫ് അത്രയും നമുക്ക് ഉറപ്പ് തന്നതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിന്റെ മുകളിൽ വിശ്വസിക്കാമെന്ന് വിചാരിക്കുന്നു. ആ ദിവസം വരെ നമ്മൾ ഇവിടെ തുടരാൻ തന്നെയാണ് തീരുമാനം. അതെ, ഞങ്ങൾ 22-ാം തീയതി വരെ ഇവിടെ തുടരും എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുടെ ദിവസങ്ങളിലും തുടരും. നമുക്ക് ചില വസ്തുക്കൾ, കയറ് ഉൾപ്പെടെയുള്ള ചില വസ്തുക്കൾ കിട്ടി. അതുകൊണ്ട് തന്നെ ലോറിക്ക് അരികിലേക്ക് ഡ്രഡ്ജർ എത്തിയാൽ ആ ലോറി കണ്ടെത്താൻ കഴിയും. അതിന് ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് നമ്മൾ. അതെ, അർജുൻ ഉണ്ടാകുന്ന പ്രതീക്ഷയാണ്. ആ കയറാണ് ഞങ്ങളെ ഇനിയുള്ള ഒരു മെയിൻ പ്രതീക്ഷക്കുള്ള വക. അതായത് ആ കയറിന്റെ അറ്റം വാഹനത്തിലേക്കായിരിക്കും എന്നുള്ള ഒരു സൂചനയാണ് ഉള്ളത്. അതിന്റെ പ്രതീക്ഷയാണ് ഏറ്റവും കൂടുതലുള്ളത്. ആ കയറിന്റെ മറുഭാഗം വാഹനത്തിലായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. തീർച്ചയായും അതാണ് ഈ കയറ് കണ്ടെത്തിയ സാഹചര്യത്തിൽ, ഒപ്പം ലോറിയുടെ ജാക്കി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ആ ലോറി അരികിൽ, വളരെ അരികിൽ എത്തിയിരിക്കുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ മുങ്ങൽ വിദഗ്ധരെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ തെരച്ചിലിൽ ആ ലോറിക്കരികിലേക്ക് എത്താൻ കഴിയില്ല എന്ന് തന്നെയാണ്
കുടുംബവും വിശ്വസിക്കുന്നത്. നമുക്കിപ്പോൾ ഗംഗാവലി പുഴയുടെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ആ ലക്ഷ്മണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചായക്കട ഉണ്ടായ സ്ഥലമാണ്. അവിടെയൊക്കെ ഒന്നും അവശേഷിക്കുന്നില്ല. അതിന് തൊട്ട് താഴെയായി ഈ ഗംഗാവലി പുഴ വലിയ തോതിൽ കലക്ക് വെള്ളമായി ഇപ്പോൾ ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു ചിത്രമല്ല ഗംഗാവലി പുഴ. ഒഴുക്കും നേരിയ തോതിലുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഇവിടെ ശക്തമായി പെയ്ത മഴയാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായതായാലും ആ മൺകൂനകളൊക്കെ ഇപ്പോഴും നമുക്ക് അവിടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ സമീപത്തായി മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ അദ്ദേഹം റഡാർ പരിശോധനയിൽ കൂടി കണ്ടെത്തിയ ആ സ്ഥലം ഇവിടെയാണ് ലോറി ഉള്ളത്. പക്ഷേ ആ ലോറിക്ക് തൊട്ട് മുകളിലായി വലിയൊരു ആൽമരമുണ്ട്. ഒപ്പം വലിയ പാറക്കൂട്ടങ്ങളും അത്തരത്തിൽ ചെളിയും മണ്ണും ഒക്കെ അടിഞ്ഞുകൂടിയ ഒരു സാഹചര്യം ഉണ്ട്. അത് നീക്കം ചെയ്യണം. അത് നീക്കം ചെയ്യാനാണ് ഇപ്പോൾ ഗോവയിൽ നിന്നും ഇത്തരത്തിൽ ഡ്രഡ്ജർ കൊണ്ടുവരുന്നത്. ഡ്രഡ്ജർ വരുന്നതോടുകൂടി ആ മൺകൂനുകൾ അവിടെ നിന്ന് ഇളക്കി മാറ്റി ഈ പുഴയെ സാധാരണ ഗതിയിലേക്ക് ആക്കേണ്ടത് കൂടിയുണ്ട്. എന്നാലും ആ കർണാടക സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കും എന്ന വിശ്വാസം തന്നെയാണ് കുടുംബവും പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ അടുത്ത ആഴ്ചയോടുകൂടി പുനരാരംഭിക്കും. കുടുംബം ഇവിടെ തന്നെ തങ്ങും. 3 പേരെ കണ്ടെത്താനുണ്ട്. അവരെ 3 പേരെയും കണ്ടെത്തണമെന്ന ആവശ്യം തന്നെയാണ് ഇവിടെ നിന്നും ഉയരുന്നത്. ഷിരൂരിൽ നിന്നും ക്യാമറമാൻ സുമേഷ് ബുറാഴയ്ക്കൊപ്പം KV ബൈജു, ന്യൂസ് 18.